സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വകഭേദമായ JN1 സ്ഥിരീകരിച്ചു. 4 പേർക്ക് കൂടിയാണ് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ തിരുവനന്തപുരത്ത് ഒരാൾക്ക് രോഗം ബാധിച്ചിരുന്നു. ഒമിക്രോണിന്റെ ഉപവകഭേദത്തിൽപ്പെട്ട വൈറസാണ് JN1. വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലോകത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിലെ ഏറെയും JN1 വകഭേദമെന്നാണ് കണക്കുകൾ. ഇതിനിടെയാണ് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് ശേഖരിച്ച ഒരു സാമ്പിളിൽ JN1 സ്ഥിരീകരിച്ചത്. അതേസമയം രാജ്യത്ത് 656 പുതിയ COVID-19 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു. ഇതോടെ സജീവ കേസുകളുടെ എണ്ണം 3420 നിന്ന് 3742 വർദ്ധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യവ്യാപകമായി മരണസംഖ്യ 5,33,333 ഉയർന്നിട്ടുണ്ട്. കോവിഡ് കേസിലെ മരണനിരക്ക് 1.18%. കോവിഡ് ഉപവകഭേദമായ JN1 ആദ്യമായി കണ്ടെത്തിയത് കേരളത്തിലാണ്. 126 പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഒരു ദിവസം ഏറ്റവും കൂടുതൽ സജീവ കേസുകൾ രേഖപ്പെടുത്തിയതും കേരളത്തിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. കർണാടക, മഹാരാഷ്ട്ര, ഡൽഹി, തെലങ്കാന, ഗുജറാത്ത് എന്നിവയുൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ദിവസേനയുള്ള സജീവ കേസുകൾ വർദ്ധിച്ചതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ.